ട്രൈ ചെയ്തു. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഒരു ലോങ് ട്രിപ്പ് എന്ന് വെച്ചാൽ കുമരകം, കോട്ടയം ആ ഏരിയയൊക്കെ ഒന്ന് കവർ ചെയ്ത് വന്നു. അപ്പോൾ ഞങ്ങളുടെ ഹൗസ് ബോട്ട് ട്രിപ്പ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ നാത്തൂൻ്റെ ഒരു റിലേറ്റീവ് അവർ കുടുംബസമ്മേളനം അവർ കുമരകത്ത് ഫാം ചെയ്യാണ്, മീന പിടിയാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കിട്ടി, നല്ലൊരു ചാൻസ് കിട്ടി. അവർ ആ വല വീശി മീനെ പിടിക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ മീൻ ചേട്ടന്മാർക്ക് ഭയങ്കര കൊതി ഒരെണ്ണത്തിനെ കഴിച്ചാൽ. അപ്പം അവിടെ അത്രയും ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിങ്ങി പോകുന്നു. ഇന്നിപ്പോൾ ഇവിടെ എത്തി, ഇന്നലെ രാത്രി എത്തി. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് കാണണ്ടേ. മീനുണ്ടോ വല? മീനില്ലാത്ത സ്ഥലം നോക്കിയാണോ വീശി? അല്ല, വീശി നമ്മള് പിടിച്ചു. ആഹാ, ആ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെയാണ് അന്യായ ചൂടെന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ അടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വേർത്ത് കുളിക്കും, ആ മധുരത്തെ ചൂട്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേർക്കാണേലും നമുക്കാണേലും ഭയങ്കര ഒരു അസ്വസ്ഥത, ഒരു ഇതില്ല. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ പുഴയുടെ സൈഡിൽ പോയിരുന്ന് ഇതിനെ ഒന്ന് വറുത്തടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതിൻ്റെ കൂടെ വേറെയും സാധനങ്ങളൊക്കെ വേണം, പക്ഷെ നമുക്കിപ്പോൾ ഉള്ളതും കൊണ്ട് നമ്മൾ ഓണം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പേടിക്കാട്ടുകടവ് എന്നാണ്, ഇവിടെ പൂച്ചേരിയിലെ പേടിക്കാട്ടുകടവ്. അപ്പോൾ ഇത് പണ്ട് ഈ പുഴയുടെ ചാലക്കുടി പുഴയുണ്ട്, അതിൻ്റെ പുറകിൽ പോകുന്നു. അപ്പോൾ ചാലക്കുടി പുഴയിൽ നിന്ന് മണ്ണ് വാരാനായിട്ട് ഇതിലെ ലോറികൾ വന്നും പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം മണ്ണെടുക്കൽ നിരോധിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ക്ലോസ് ആണ്, ആരും ഇങ്ങോട്ട് വരാറില്ല. ഇവിടെ ഉള്ള ചേട്ടന്മാരും ചേച്ചിമാരും നോക്കിയിട്ട് ഇവർക്ക് വട്ടാണോ എന്നൊരു ലുക്ക് തന്നിട്ട് പോകുന്നുണ്ട്. പക്ഷെ അവർക്കറിയില്ലല്ലോ, നമ്മളും മറുനാടൻ മലയാളികൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആസ്വദിക്കുന്നതെന്നുള്ള അവർക്കറിയില്ലല്ലോ. സാരമില്ല, ഇങ്ങനെയും വേറെ ആൾക്കാർ വന്ന് അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിക്കൂടെ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന എന്താ പറയുക, കട്ട്ല എന്ന് പറയുന്ന ഒരു വെറൈറ്റി മീനാണ്. അപ്പം അതിനെ വറുത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുടംപുളിയിട്ട് വറ്റിച്ചാൽ നല്ലതാണ്, പക്ഷെ അതിനേലും കൂടുതൽ എനിക്ക് തോന്നുന്നത് അത് വറുത്ത് ഫ്രഷോടുകൂടി വറുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇന്നലെ കൊണ്ടുവന്ന വശം തന്നെ വേഗം അത് ഫ്രിഡ്ജിൽ കിട്ടി. ഇന്ന് രാവിലെ അതിനെ ഒന്ന് പുറത്തെടുത്ത് വെച്ച് ഞങ്ങളിപ്പോൾ ഉച്ച ആറായിട്ടുള്ളൂ. ഇവിടെ വരികയാണെങ്കിൽ നല്ല മരങ്ങളാണ്, അപ്പം നല്ല ഷെയ്ഡുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, എന്തോരം വെയിലാണ്. എനിക്ക് വളയും മാലയൊക്കെ ഇട്ടിട്ട് അത് ചൂടായിട്ട് എൻ്റെ ദേഹം പൊള്ളുവാണ്. അപ്പം ഞാൻ അതെല്ലാം പറിച്ചു കളഞ്ഞു. അപ്പം എൻ്റെ ഗതികൾ ഇതാണെങ്കിൽ കുട്ടികളുടെ കാര്യം പറയണോ, പിന്നെ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ആ പുഴയിലൊന്ന് ചാടിയാൽ നല്ലതായിരിക്കും, അവർക്കൊന്ന് കൂൾ ഓഫ് ചെയ്യാൻ. പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം എങ്ങനെയാണ്. കുറേ പേര് പറഞ്ഞു ഇവിടെ നീർനായുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷേ നമ്മൾ അത്രയും സാഹസത്തിലോട്ട് പോകില്ല. ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പുഴയിലൊന്ന് ഇറങ്ങി ഒന്ന് കൈയും കാലിനൊക്കെ നനച്ച് അതിൻ്റെ സൈഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അതാണ് ഇനി ഞങ്ങളുടെ എയിം. അപ്പം അങ്ങനെയാകുമ്പോൾ അവർക്കും ഒരു ഡിഫറൻസ് ഉണ്ട്, നമുക്കും ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ ലോങ് ഡ്രൈവ് പോയി വന്നതിന് ശേഷം ഉണ്ടല്ലോ, സത്യം പറയുകയാണെങ്കിൽ എൻ്റെ നടുവിൻ്റെ ഊപ്പാടളകി, കുണ്ടും കുഴിയും.
കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുമരകത്ത് നിൽക്കുമ്പം നല്ല മഴയുണ്ടായിരുന്നു. ആ 2 ദിവസം അടിപൊളിയായിട്ട് പോയി. പിന്നെ വെയിലെന്ന് പറഞ്ഞാൽ നല്ല തകർപ്പൻ വെയിൽ. ഇപ്പോൾ ജീൻസൊക്കെ ഉണ്ടല്ലോ, അലക്കി ആ കല്ലുമങ്ങിട്ടിട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് സാധനം പപ്പടം പോലെ അങ്ങോട്ട് വരും. അത്രയ്ക്ക് ചൂടാണ്. എന്തായാലും എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം എനിക്കറിയത്തില്ല. അവർ ഇതിനോട് യൂസ് ചെയ്ത് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമുണ്ടാവില്ല. എനിവേ, ഞങ്ങളിപ്പം ഈ പുഴയുടെ അരുവത്ത് പോയിട്ട് ഒരു സെറ്റപ്പിൽ നമ്മളെ പറ്റുന്ന രീതിയിൽ ഇഷ്ടികയൊക്കെ വെച്ച് ഒരു അടുപ്പ് കൂട്ടി അവിടെ വെച്ച് ഈ മീനെ വറുത്ത് കഴിക്കാൻ പോവാം. വരുന്നോ? താല്പര്യമുണ്ടല്ലേ? അടുത്ത പ്രാവശ്യം നിങ്ങൾ നാട്ടിൽ വരുന്നുണ്ടോ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. എന്തിനാണ് എപ്പോഴും വീടിനകത്തിരിക്കുന്നത്? നമുക്ക് ശുദ്ധവായു ശ്വസിക്കാം, കുറേ കിളികളെയും മരങ്ങളും എല്ലാം കണ്ട് ആസ്വദിക്കാം, കുട്ടികൾക്ക് കാണാം. ഇവിടെ പിന്നെ വേറെ ഉണ്ട് കേട്ടോ, നല്ല മഴയുടെ ഇതാണെങ്കിലും ചക്ക നിറഞ്ഞു നിൽപ്പുണ്ട്. ഇപ്പോൾ പോകുന്ന സൈഡിലൊക്കെ ചക്ക ആരും ഇല്ല കയറി പറിക്കാനായിട്ട്. കഴിച്ച് അവരും മടുത്തേ. അപ്പോൾ ചില ചക്ക വീണടക്കുന്നുണ്ട്. പിന്നെ കടച്ചക്ക കിട്ടുന്നത് നല്ലൊരു സമയമാണ്. അപ്പം അങ്ങനെ കുറേ വെറൈറ്റീസും നിങ്ങൾക്കും കാണാം. അപ്പം അധികം താമസിക്കാതെ നമുക്ക് അവിടെ പോയിട്ട് അടുപ്പ് കൂട്ടാം. മാറിപ്പോല്ലേ, അവിടെ ഇരിക്കും. ഇത് നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു അടുപ്പ് കൂട്ടാൻ. അവിടെ ആ മതിൽ വീണിട്ടില്ലേ, വീതിയിലെ കൂടിയുള്ള ആ മതിൽ മറിഞ്ഞു വീണിട്ടുണ്ട് ആ വെള്ളപ്പൊക്കത്തിൽ. ഇത് അവിടെ ഒന്ന് പോയി നോക്കിക്കാടെ വല്ല ഇഷ്ടിക കട്ട എല്ലാം ഉണ്ടോ, ബ്രിക്സ് ഉണ്ടോ നോക്കിയിട്ട് വേണേ. 6 മിനിമം വേണം. ഇവിടെ അടുപ്പ് കൂട്ടാം നമുക്കപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ കുഴി ഒഴിക്കണം. കുഴിയോ? മണ്ണ് നനഞ്ഞതോ? അപ്പം തീ പിടിക്കുമോ? അപ്പോൾ തീ പിടിക്കാൻ എന്നിട്ട് ഇവിടെ അത്രയും വലിയൊരിത് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിനധികമുള്ള ശരിയാക്കാമോ? ചട്ടി എന്താ പറയുക, നല്ലൊരു തണുത്ത ബ്രീസ് അല്ലേ? നല്ല സുഖം. ഇവിടെ വെച്ചേക്ക്. ഓക്കെ, ശരിയായില്ലേ? ശരി, മനസ്സിലായില്ല പരിപാടി എങ്ങനെയാണ്? ഇനി നമുക്ക് എവിടെ നിന്നാണ് ബ്രീസ് ആവശ്യം നമുക്കപ്പോൾ ഇവിടെ ഇത് അങ്ങനെ ഇടാം. അതെന്തിനാണെന്നറിയോ? ഇനി നമ്മൾ വിറക് കണ്ടുപിടിക്കണം. വിറക് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ കോല് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കോല് വെച്ചിട്ട് ആ കോല് ഇവിടെ ഈ സൈഡിൽ കൂടി വെക്കണ്ടേ. അപ്പോൾ ഉണ്ടല്ലോ അടിയിൽ തീ കത്തിക്കുമ്പോൾ അതാവും. അവിടെ പാത്രം മാറ്റിയിട്ട് ചെയ്യുന്നോ? അതെ, ആ പശുവൊക്കെ ഉള്ളതാണ്. നിങ്ങൾ തന്നെ പോകണ്ട. പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഹൗ മച്ച് നല്ല മുളെ കത്തിക്കണം, നന്നായി കത്തണം. കത്തിക്കാൻ പറ്റുമോ? 8 ഒന്നുമല്ല, ഈ ചട്ട അടക്കം നമുക്ക് അതിന് യൂസ് ചെയ്യണം. നിങ്ങളുടെ മലയാളം ക്ലാസ് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ആശാത്തി ഒന്ന് മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ പഠിച്ചേ? ഇതേ പശു വരുന്നു. പശു നോ എൻട്രി. ഏതൊക്കെ പഠിച്ചേ? മലയാളത്തിൽ നിങ്ങളുടെ പേര് എഴുതാൻ പഠിച്ചോ? മലയാളത്തിൽ പറ. സ്ട്രൈറ്റ് ആണോ ഇരിക്കണേ? ശരിയായില്ലേ? ഇത്രയും ഭാഗം ശരിയായില്ലേ? ഇനി നമുക്ക് വിറക് കോലല്ല, വിറക് എന്ന് പറയാ. വിറക് നമുക്ക് കണ്ടുപിടിക്കണം.
ചകിരി ഉണ്ട്, അതിങ്ങെടുക്കുക. അത് ഫയർ സ്റ്റാർട്ട് ചെയ്യുന്നല്ല. അതെടുത്തോ. ആരാ ഫയർ കത്തിക്ക? അവിടെ വെച്ച് അവിടെ കൊണ്ടുപോയിട്ട് പോയതല്ലേ, ഒരു പശുണ്ട് ഞങ്ങക്ക് സ്കൂളിൽ പോയതല്ലേ. അപ്പൊ തീ കത്തിക്കാൻ പഠിപ്പിച്ചല്ലേ. ഫ്ലിന്റ് വേണോ? എടാ കുറച്ച് വിറകിന്റെ കഷ്ണം ചുള്ളിക്കമ്പുകൾ ഉണ്ടോ നോക്കാം അവിടെ എവിടെയെങ്കിലും. സൂക്ഷിച്ചു വേണേ, നിക്കിലൊന്നും സൂക്ഷിച്ചു വേണടാ. പശു ഭയങ്കര ഫ്രണ്ട്ലി പശുവാണേ. എടാ അവിടെ കിടക്കുന്ന കുറച്ച് കമ്പുകള്. ആ പശുവിന്റെ മുന്നിൽ കിടക്കണ വരണം. ഇതേ ആഹാ അത്രയും. അതെടുത്തോ, പ്ലാസ്റ്റിക് ആണോ? നീ വേറെ വല്ലതും ഉണ്ടോ? ഏതോ ഒരു ടേബിളിന്റെ ഒരു കഷ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ആർക്കാ കിട്ടിയേ? നിധിക്ക് കൊടുത്താ? നീ ഇതൊക്കെ നമുക്ക് കത്തിക്കണം. കൊമ്പല്ല അത്. ഓക്കെ, ഒരു കസേരയുടെ കാലാ നിധി. അത് ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇവിടെ വെള്ളം പൊങ്ങിയില്ലേ, ആ സമയത്ത് ഉള്ള ഇതെല്ലാം ഇങ്ങോട്ട് വീണപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ കൊമ്പും കോലും ചിരട്ടയും ഒക്കെ കിടപ്പുണ്ട്. നമുക്കിതിങ്ങനെ ചേട്ടന്മാർ ഹെൽപ്പ് ചെയ്യും. നമുക്കിത് കത്തിക്കാം. നിധിയെ പണ്ടുണ്ടല്ലോ നമ്മൾ ചിരട്ടയും കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നതാണ്. അതെ, ചേട്ടായി അപ്പം ഉണ്ടാക്കി കേട്ടാ. ആണോ? ചിരട്ട വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാവോ? ഇതിലേക്ക് അറിയാവോ? അതുണ്ടല്ലോ ചിരട്ട, കോക്കനട്ടിന്റെ ഷെല്ല്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ സൈഡില് ചിരട്ട വെച്ചിട്ട് അപ്പം ഉണ്ടാക്കി കളിച്ചോ. ഞങ്ങളപ്പേക്കും ഇത് തീ കത്തിക്കട്ടെ. അപ്പൊ നമ്മുടെ തീ കത്തി തുടങ്ങി. ഇവിടുന്ന് കാറ്റ് വരുന്നുണ്ട്. അപ്പം വന്നിട്ട് ഇത് വരും. ഒരു വിറക്, 2 വിറക് എടുത്തോണ്ടോ. നിധി മീൻ പിടിക്കാൻ പോവാ. ഒരു കോല് കണ്ടുപിടിച്ചു, അതിൽ ഇനി ചൂണ്ടക്കുളത്ത് ഇടാൻ പോവാ. ചൂട് കൂടുന്നുണ്ടാ? പോയി കറി കഴിയിട്ട് വരുന്നാ? നെല്ല് ഉള്ളിടത്തേ നിൽക്കാവുള്ളൂ. കല്ലുണ്ടോ, ചാക്ക് കെട്ടി വെച്ചേക്കുന്നുണ്ടോ? അങ്ങനെയാ നിൽക്കാവുള്ളൂ. ഞങ്ങൾ ആ സമയം കൊണ്ട് തീ കത്തിക്കാം. അതിനെ വെള്ളത്തിൽ വരയ്ക്കുകയെന്ന് പറയുന്നത് മനസ്സിലായി. ഇതായോ ആ കോലൊക്കെ മാറ്റി വെക്കോ. കൊള്ളും, വെല്ലെടുത്തും കൊള്ളും. വേണ്ട, നമ്മുടെ തീ ഒരുമാതിരി കത്തി തുടങ്ങി. ചിരട്ട കത്തി വെക്കും സുമി. അപ്പോൾ ചേട്ടായി പറഞ്ഞ ഒരു ടിപ്പ് നല്ലതാണ്. നല്ല ക്ലിയർ പാത്രം ഇതാണ്, വെയിലത്തിരുന്നല്ലേ. അപ്പോൾ വേഗം അടുപ്പത്തോട്ട് വെച്ചാൽ അത് പൊട്ടും. അപ്പോൾ നമുക്ക് ഒന്നത് കഴുകണം. ഇവിടെ മക്കളെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പണ്ടത്തെ കാലത്തെ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു 10 വലിയ വഞ്ചി, മണൽ വഞ്ചിയെങ്കിലും ഉണ്ടാവുമായിരുന്നു. വഞ്ചി വലിയ മണൽ വഞ്ചി, കനുമായിരുത്ത വലിയ വഞ്ചി ഉണ്ടാവും. അപ്പൊ നമ്മുടെ മീനെ ഇനി നന്നാക്കാം അല്ലേ? അവിടുന്ന് വാങ്ങിച്ചിട്ട് മീന വെള്ളം ശരിയാവോ? മീൻ അവര് ക്ലീൻ ചെയ്ത് തന്നിരുന്നു. നീ വരഞ്ഞാ മതി. I'm wearing jeans. I wasn't expecting you to stop. Oh my god. I told you to stop. What is this? No, it's not. വരയാണോ മീൻ? ആഹാ ആണോ? ആഹാ No throwing rocks, Jana. That's your terrible. Jana. വാഴയില കിട്ടിയ അസലായിരുന്നു.
ഇവിടെ നോക്കിയിട്ട് വാഴ എടുത്ത് കാണുന്നില്ല. എന്നാൽ ചേമ്പിന്റെ നമുക്ക് വീട്ടിലെ അവരുടെ പറമ്പിൽ കയറി വാഴ വെട്ടണോ? ഞാൻ നോക്കട്ടെ, ഞാൻ കണ്ടുപിടിച്ചോണ്ട് വരാം. നോക്കട്ടെ. ഒരു നോക്കട്ടെ. ദൈവമേ, മാം ഒരു വാഴ വെട്ടിക്കോട്ടെ. അപ്പൊ വാഴ ശരിയായി നല്ല കറയാണ്. മതിയാ. പൊള്ളിക്കാൻ പോകണം. എന്നാ വർക്ക് അത് നോക്കില്ല, അത് നോക്കില്ല. നന്നായി കത്തണുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഉപ്പും മഞ്ഞളും മുളകും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് പേടിക്കേണ്ട, കഴുകി വൃത്തിയാക്കിയ മീനാണ്. അപ്പം നല്ല ഫ്രഷ് മീനായതാണ്, അധികം സമയം എടുക്കില്ല. ഇത് മുഴുവനോടെ വറുക്കാൻ ആയിരിക്കും ബെസ്റ്റ് അല്ലേ? നമുക്ക് മുഴുവനോട് വറക്കാം. ഒറ്റയടിക്ക് രണ്ടും വറക്കാൻ പറ്റുമോ? മീനിൻ്റെ എല്ലായിടത്തും പിടിക്കാവുന്ന രീതിയിൽ നമ്മൾ ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. അപ്പം ഫ്രഷും കൂടി അല്ലേ, വിറകിൽ വെന്ത് വരുമ്പോൾ അതിനൊരു വേറെ രുചിയാണ്. ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതിനും പ്രത്യേക രുചിയാണ് നമ്മൾ വിറകിൽ വെച്ച് വേവിക്കുമ്പോൾ. ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തട്ടോ, പ്ലാൻ ചെയ്തതല്ല. അല്ല, കുരുമുളകൊക്കെ തേക്കുകയാണെങ്കിൽ കണ്ടോ മീനിൻ്റെ ദശയിൽ ആ ഉള്ളിലൊക്കെ നന്നായിട്ട് വരിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പിടിപ്പിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. അല്ലേ? ഉള്ളിലൊക്കെ നല്ലോണം മസാല ചെയ്യാൻ രീതിയിൽ സ്റ്റീം കിട്ടുന്നുണ്ട്. അപ്പം ഇനി ഫേഷ്യലിൽ വേറെ പോകേണ്ടി വരില്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ ഏതാണ്ട് ശരിയായി. ഇത് കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്കും നല്ലൊരു ആപ്പറ്റൈറ്റ് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഐഡിയയിൽ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ നല്ലതാണ്. പക്ഷേ അതിനുള്ള ക്ഷമ എനിക്കുണ്ടോയെന്ന് തോന്നുന്നില്ല. അവരുടെ കളി കണ്ടുകഴിഞ്ഞിട്ട് വേഗം വരാൻ ചാൻസ് ഉണ്ട്. തണുപ്പുണ്ട്, ഇപ്പോൾ തണുപ്പ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് അടുപ്പത് കയറ്റാം. നമ്മുടെ തീ കെടുന്നതിന് മുന്നേ നമുക്കിതിനെ അടുപ്പത് കയറ്റാം. ഈ വിറക് കയറ്റി കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് എണ്ണ നല്ല ചൂടായിട്ട്. ആഹാ, നിനക്കും വേണോടാ. അപ്പൊ മസാലയുടെ പൊക്കത്ത് എണ്ണ ഇങ്ങനെ ഇച്ചിരി തേക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിയില്ല. ക്ലേ പോട്ടിൽ വെക്കുമ്പോൾ അതൊരു പെട്ടെന്ന് മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മസാല നന്നായിട്ട് തേച്ച മീനിൻ്റെ പൊക്കത്ത് ഒരു ഇച്ചിരി എണ്ണ തൂക്കി കൊടുക്കുന്നത് നല്ലതാണ്. അച്ഛനൊക്കെ പണ്ടത്തെ കാലത്തെ ഇവിടെ 2 മണിക്കൂറാ കുളിക്കാൻ വരാ. ഐഡിയാസ് കൊടുക്കരുത് പ്ലീസ്, എനിക്ക് എൻ്റെ പിള്ളേരെ തിരിച്ചു കൊണ്ടുപോകണം. അത് മലയാളം പറയാത്തൊരു കാത്തു കയറേണ്ടി വരും. എണ്ണ നന്നായിട്ട് ചൂടായി. അതിനകത്തോട്ട് നമ്മുടെ മീനെ നന്നായിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന മീനെ
ഓരോന്ന് ഇത് വറുത്തെടുക്കാം. അധികം സമയം എടുക്കുകയില്ല, പെട്ടെന്നാവും. എണ്ണ വേണം, കാണാൻ പറ്റും. കുറച്ചും കൂടി എണ്ണ വേണോ? വേണ്ട. You look funny. Stop touching me. That was not me. It's so hot. മീൻ ആവാറായി. അപ്പോഴത്തേക്ക് ബ്യൂട്ടിഫിക്കേഷനിലോടുകൂടി നമുക്ക് മീനെടുക്കാം. അത് പ്ലേറ്റ് സാധനമൊന്നും കിട്ടിയില്ല. അപ്പോൾ കിട്ടിയത് വാഴയിലയാണ്. അപ്പോൾ അതിൽ നമുക്ക് മീനെടുക്കാം. പിള്ളേരവിടെ തല്ല് പിടിച്ചോണ്ടിരിക്കുക. ഒരാളെ സ്റ്റോക്ക് ചെയ്ത് ഞാൻ വേണ്ട. എടാ മോനെ ഇനി പൊളിച്ച് കയറിക്കോടാ. നിന്നോട് പറഞ്ഞതല്ലേ നിന്നോട് ഇറങ്ങാൻ. I was just sitting there. I was the first one who sat there, and they just came in and jumped in water. And ക്ഷമിക്ക്. മുഖം നോക്കിക്കേ. they got my whole. Okay. Please. Take one that's in the air. ഒഴുക്കുണ്ട് മക്കളെ, കയറി വരാൻ. ഇങ്ങോട്ട് കയറിയേ. എന്ന് പറഞ്ഞിട്ട് നീങ്ങുന്നില്ലല്ലോ. മലയാളം പറയുമല്ലോ. കയറിയെന്നാ. I found a shell. മലയാളം പറയാൻ പറ്റിയില്ലെങ്കിൽ കളിക്കണ്ടേ. It's so freezing. It's a little hot. അത് രണ്ടും ശരിയാവുന്നില്ല. ഇങ്ങോട്ട് നീങ്ങടി. നിധിയ I'm not going that far. എങ്ങനെയുണ്ട് കുക്ക് ചെയ്തിട്ട്? ചാരം പറക്കാണോ? കണ്ണിലോട്ട് പുക കയറിട്ടേ നീറണ. ആഹാ, നീ ശരിയാവാറായാ? അടിപൊളി. ഈ സമയത്ത് നമ്മുടെ ചാലക്കുടി പുഴയെ കുറിച്ച് എഴുതിയിട്ടുള്ള ആൾക്കാരെ എല്ലാം ഓർക്കുന്നു. എസ്പെഷ്യലി നമ്മുടെ മണിച്ചേട്ടൻ. എൻ്റെ അമ്മോ, നാടൻ പാട്ടുകളുടെ ഉസ്താദായിരുന്നു മണിച്ചേട്ടൻ. പല സമയത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ സമയത്ത് ശരിക്കും മണിച്ചേട്ടനെ ഓർക്കുന്നു. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ. ഇനി ഒരു മീനും കൂടി ഉണ്ടല്ലേ വറക്കാൻ? ഒരു മീനും കൂടി ഉണ്ട്. ആഹാ. അപ്പൊ ഈ വിറകിൽ ഞാൻ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വിറകടുപ്പിൽ എങ്ങനെ കുക്ക് ചെയ്യാമെന്നുള്ളൊരു ലൈവ് എക്സ്പീരിയൻസ് ആയിരുന്നു. തുടക്കം തൊട്ട് നിങ്ങൾ കണ്ടില്ലേ? സത്യമായിട്ടും പുക ഭയങ്കര. പക്ഷേ ഈ മീൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. നമുക്കിനി ഇതിനെ മാറ്റിയിട്ട് അടുത്ത മീനെ കയറ്റാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മീനും ഏതാണ്ട് വറുത്ത് കഴിഞ്ഞു. ഒരു മാക്സിമം ഒരു 2 മിനിറ്റ്, വേണ്ട 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെയും കൂടി എടുത്തിട്ട് വാഴയിൽ കഴിഞ്ഞു ചെറിയൊരു മഴക്കാവ് വെക്കുന്നു. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകേണ്ട ഗതികേട് വരുമെന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പശു നോനോ നോനോ, പശു ഈശോ നോനോ, കർത്താവേ നോനോ. മാറിപ്പോ, നല്ല പശുവല്ലേ. അപ്പം അങ്ങനെ അതിയും കൂടെ വരികയാണ്. അപ്പം നമ്മുടെ മീൻ ഏതാണ്ട് പാകമായിട്ടുണ്ട്.
ഇതുകൊണ്ട് എടുത്തിട്ട് കാണാം. നല്ല പശുവില്ലേ, അങ്ങോട്ട് പോവോ പ്ലീസ്? എന്താ ദൈവം, ഏട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പ്ലീസ്. പ്ലീസ് ഏട്ടാ 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 എടാ എന്നെ കുറിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്തോ. I got it. Yes, stop. Got it. Here. Put Sam in there. Sam. Put Sam right here. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. വെച്ചിട്ടുണ്ടോ? കൈ കഴുകിയോ? ഇങ്ങോട്ടോ ഇങ്ങോട്ടോ, കൈ ഇങ്ങോട്ട് കാണിക്കേ. ചൂടുള്ള ഇത്ര നേരം വെള്ളത്തിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ചൂടുള്ളത് ഓക്കെ മതി. അത് നിന്ന് വിറയ്ക്കുന്നു. ഇന്നത്തെ കുളി കഴിഞ്ഞല്ലേ? എരിവുണ്ടോ? വെരി ഗുഡ്. ആ എല്ലാം കൂടി കണ്ണം കൊണ്ട് ആക്കാതെ മതി. ഇഷ്ടമായോ? ഓക്കെ, എനിക്ക് അത് വെള്ളം ഇട്ടൊന്ന് കെടുത്താവോ?